ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് V3യുടെ ചെയിനും സോക്കറ്റും മാറാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇതിലെ നിങ്ങൾക്ക് ഡിസ്ക് വെയിറ്റിൻ്റെ അവസ്ഥ കണ്ടു. അപ്പം അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചോണം. ഡിസ്ക് പാട് മാറാറാകുമ്പം മാറിക്കോണം, അല്ലെങ്കിൽ ഇതൊക്കെ ആയിരിക്കും അവസ്ഥ. നമ്മൾ ചെയിൻ സോക്കറ്റും മാറുന്ന വീഡിയോ ആണ് ചെയ്യുന്നത്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ചെയിൻ സോക്കറ്റും മാത്രമല്ല, ഡിസ്ക് പാടും മാറുന്നുണ്ട്. നമ്മളതിൻ്റെ ലോക്കൊക്കെ അഴിച്ചെടുക്കുക. കൈയൊക്കെ നോക്കി സൂക്ഷിച്ച് വേണം ഊരിയെടുക്കാൻ. എല്ലാ ഓറിങ്ങൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഓറിങ്ങൊക്കെ ഇട്ട് വേണം സെറ്റ് ചെയ്യാൻ. അങ്ങനെ നമ്മൾ ചെയിൻ ലോക്ക് അഴിച്ച് ചെയിന് ഊരി വിട്ടു. ചെയിൻ സോക്കറ്റ് മാറാറാകുമ്പോൾ ചെയിൻ സോക്കറ്റും കറക്റ്റ് ടൈമിങ് തന്നെ മാറിക്കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യമഹയുടെ അവസ്ഥ അറിയാമല്ലോ, ഡ്രൈവിംഗ് ഷാഫ്റ്റൊക്കെ കംപ്ലൈൻ്റ് ആയി പോകും. എൻ്റെ ഫ്രണ്ട്സിനോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങൾ ചെയിൻ ലൂബൊക്കെ സ്വന്തമായി ചെയ്യുമ്പോൾ കൈയൊക്കെ നോക്കി ചെയ്യണം. പലരുടെയും കയ്യിൽ വിരലുകളുടെയൊക്കെ അവസ്ഥ നമ്മൾ കാണാറുള്ളതാണല്ലോ. നമ്മുടെ കൂട്ടുകാരുടെയൊക്കെ ചെയിനിൻ്റെ ഇടയിൽ പെട്ട് കൈ തുമ്പൊക്കെ അറ്റ് പോവുക. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എപ്പോഴും ഒരു സേഫ്റ്റി വേണം ചെയിനിലൊക്കെ ലൂബ് ചെയ്യുന്ന സമയം. വണ്ടി നമ്മൾ സ്റ്റാർട്ടിങ്ങിലിട്ട് ഗിയറിലിട്ടാണല്ലോ നമ്മൾ ലൂബ് അടിക്കുന്നത്. അപ്പം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഫ്രണ്ട്സ്, നമ്മൾ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ ചെയിന് ലൂബ് ചെയ്യുകയും ടൈറ്റ് ചെയ്യുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ചെയിൻ സോക്കറ്റും കംപ്ലൈൻ്റ് ആകും. എനിക്ക് നല്ല പനിയാണ്, അതുകൊണ്ടാണ് വോയിസൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് വോയിസ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത്, ഫുൾ വീഡിയോ. അപ്പം അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും നല്ല പനിയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സൂക്ഷിക്കണം, ആശുപത്രിയിലൊക്കെ പോകണം. നമ്മളിപ്പോൾ ഡിസ്ക് പാഡ് മാറുകയാണ്. എൻ്റെ 2 എല്ലെങ്കിൽ ബോൾട്ട് വരുന്നുണ്ട്. അത് ഊരിയെടുത്താൽ ഡിസ്ക് പാഡ് ഊരിയെടുക്കാം. പുതിയ ഡിസ്ക് പാഡ് വാങ്ങി നമ്മൾ ഫിറ്റ് ചെയ്തു. ബുഷുകളും കാര്യങ്ങളൊക്കെ വെച്ച് ആക്സിൽ കയറ്റി വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യുന്നതാണ്. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തേക്കണം. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളൊക്കെ കൊണ്ടുവരാം. വ്യത്യസ്തങ്ങളായ വീഡിയോകൾ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. നമ്മൾ ഡ്രൈവിംഗ് ഷാഫ്റ്റിൽ നിന്ന് ചെറിയ ടീത്ത് ഊരിയെടുക്കുകയാണ്. കുറച്ച് ചള്ളയും പൊടിയൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്നിട്ട് പുതിയ ടീത്ത് നമുക്കതിലേക്ക് ഫിക്സ് ചെയ്യണം. ചെയിനും സോക്കറ്റും പുതിയതിട്ടാൽ പിന്നെ കൃത്യമായ ഇടവേളകളിൽ ലൂബ് ചെയ്യേണ്ടതാണ്. അതായത് ഇല്ലെങ്കിൽ ഓയിൽ ഉപയോഗിക്കാതെ മാക്സിമം എല്ലാവരും ലൂബ് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ചെറിയ പുതിയ ടീത്ത് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. സെയിമായി സാധാരണ വരുന്ന പോലെ ഒരു 8 ബോൾട്ട് മാത്രമേ അതിൽ ഫിറ്റ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് നെല്ലിക്കാല, പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേരിക്ക് പോകുന്ന റൂട്ടാണ്. കഴിവതും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾ വലിയ ടീത്തും ഫിറ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊരു അടുത്തൊരു വണ്ടി എടുക്കാൻ പോകാനുള്ളത്. ഒരു ഡിയോ കുറച്ച് നാളായിട്ട് എടുക്കാമായിരുന്നു, സ്റ്റാർട്ടാവുന്നില്ലെന്നാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം നീ അവിടെ പോയി അത് എടുത്തുകൊണ്ട് വരണം. അങ്ങനെ നമ്മൾ വീലൊക്കെ കയറ്റി സെറ്റ് ചെയ്യുകയാണ്. ആക്സിലൊക്കെ ടൈറ്റ് ചെയ്ത് എപ്പോഴും വീലുകളൊക്കെ ചെക്ക് ചെയ്യണം ടൈറ്റായോ എന്നൊക്കെ. അങ്ങനെ നമ്മൾ ചെറിയ ഫ്രണ്ടിലത്തെ ടീത്തിൻ്റെ കവറും വെച്ച് ഇതിലെ ചെറിയ കവർ ഊരിയെടുക്കാൻ ആ സൈഡ് കിറ്റൊന്നും അഴിക്കണ്ട. അവിടെ വരുന്നൊരു ചെറിയ അല്ലെങ്കിൽ അഴിച്ചാൽ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ കവർ വരുന്നത്. ഫ്രണ്ട്സ്, നമ്മളങ്ങനെ അത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ചെറിയ 8 ബോൾട്ട് മാത്രമേ വരുന്നുള്ളൂ. പിന്നെ സൈഡ് പീസിൽ ഒരു എല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയൊരു എല്ലെങ്കിയാണ് വരുന്നത്. അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയറിലിട്ട് ഒന്ന് നോക്കുകയാണ്. വണ്ടി ചെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി.